കഥ മരിച്ചവർക്ക് പറയുവാനുള്ളത്. രചന ശ്രീ അനീഷ് പുനലൂർ. കേരളത്തിലെ ഒരു ചെറിയ കടൽ തീര ഗ്രാമം. കടൽ അതിൻ്റെ പതിവ് ശബ്ദത്തിൽ കരയോട് എന്തോ പറയുകയായിരുന്നു. ആ ഗ്രാമത്തിൽ അനന്തു എന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ്റെ ജോലി മരിച്ചവരുടെ ഫോണുകൾ ഓൺ ചെയ്ത് അവസാനമായി വന്ന മെസ്സേജുകൾ കുടുംബങ്ങൾക്ക് വായിച്ചു കൊടുക്കുകയാണ്. വിചിത്രമാണല്ലേ? പക്ഷേ അതവൻ്റെ ജോലിയായിരുന്നു. ആശുപത്രികളിലും അപകട സ്ഥലങ്ങളിലും പലപ്പോഴും ആളുകൾ പെട്ടെന്ന് പോകും. ഫോണുകൾ ലോക്കായിരിക്കും. കുടുംബങ്ങൾ കരയും. അവൻ അവസാനമായി എന്താണ് പറഞ്ഞത്? അവൾ ആരെയെങ്കിലും ഓർത്തോ? അപ്പോൾ അവർ അനന്തുവിനെ വിളിക്കും. അവനൊരു ഹാക്കറല്ല. പക്ഷേ പഴയ ഫോണുകളും ഡേറ്റയും മനുഷ്യരുടെ ഓർമ്മകളും വായിക്കാൻ അവനൊരു അസാധാരണമായ കഴിവുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു ഫോൺ അവൻ്റെ കയ്യിലെത്തി. സ്ക്രീൻ മുഴുവൻ വെള്ളം കയറിയിരുന്നു. മരിച്ചത് സുധി, 26 വയസ്സ്, വിവാഹം നിശ്ചയിച്ച പെൺകുട്ടി. കടലിൽ കാണാതായ നിലയിലാണ് ശരീരം കിട്ടിയത്. അവളുടെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ, അവസാനമായി അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കേൾക്കണം. നീ എന്നെ ഒന്ന് സഹായിക്കൂ. അനന്തു ഫോൺ ശരിയാക്കി. സ്ക്രീൻ തെളിഞ്ഞു. അവസാന വോയിസ് നോട്ട് അവൻ പ്ലേ ചെയ്തു. ആദ്യം കടലിരുമ്പുന്ന ശബ്ദം മാത്രം. ശേഷം പെൺകുട്ടിയുടെ ശബ്ദം. അമ്മേ, ഞാൻ ജീവിക്കാൻ ശ്രമിച്ചു. പക്ഷേ എല്ലാവർക്കും വേണ്ടി ജീവിച്ചിട്ട് എനിക്ക് വേണ്ടി ജീവിക്കുവാൻ മറന്നുപോയി. മുറി മുഴുവൻ നിശബ്ദം. പക്ഷെ വോയിസ് നോട്ട് അവിടെ അവസാനിച്ചില്ല. എൻ്റെ ഫോൺ ആരെങ്കിലും തുറക്കുമെങ്കിൽ അവനോട് പറയൂ, മനുഷ്യർ മരിക്കുന്നത് ഹൃദയം നിൽക്കുമ്പോഴല്ല, അവരെ ആരും കേൾക്കാതെയാകുമ്പോഴാണ്. അനന്തുവിൻ്റെ കൈകൾ വിറച്ചു. കാരണം ആ വരികൾ അവൻ്റെ ജീവിതം തന്നെയായിരുന്നു. അവൻ ചെറുപ്പത്തിൽ കവിത എഴുതുമായിരുന്നു. ആരെയും കാണിക്കാതെ അച്ഛൻ പറഞ്ഞിരുന്നു, ഇതൊക്കെ കൊണ്ട് വയറ് നിറയില്ല. അമ്മയും പറഞ്ഞു, മറ്റുള്ളവരെപ്പോലെ ജോലി നോക്ക്. അവൻ സ്വപ്നങ്ങളൊക്കെയും അടച്ചു മൂടി വെച്ചു. ജീവിതം മുഴുവൻ മറ്റുള്ളവരുടെ അവസാന വാക്കുകൾ കേൾക്കുന്ന ജോലിയിലായി. പക്ഷെ ആരും ഒരിക്കലും അവനോട് ചോദിച്ചില്ല, നിനക്ക് പറയുവാനുള്ളത് എന്താണ്? ആ രാത്രി അനന്തു വീട്ടിലെത്തി. വർഷങ്ങൾക്ക് ശേഷം അവൻ തൻ്റെ പഴയ ഡയറി തുറന്നു. ആദ്യ പേജിൽ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു: ഒരു ദിവസം ലോകം എൻ്റെ വാക്കുകൾ കേൾക്കും. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കാരണം മനുഷ്യർക്ക് ഏറ്റവും വലിയ വിശപ്പ് ഭക്ഷണത്തിനല്ല, ഒരാൾ തങ്ങളെ സത്യമായി കേൾക്കണമെന്ന ആഗ്രഹത്തിനാണ്. അടുത്ത ദിവസം മുതൽ അനന്തു ജോലി നിർത്തി. പകരം അവൻ ഗ്രാമത്തിലൊരു ചെറിയ മുറി തുറന്നു. ബോർഡിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: പറയുവാൻ ആരുമില്ലാത്തവർക്ക് ഇവിടെ സംസാരിക്കാം. ആദ്യ ദിവസം ആരും വന്നില്ല. രണ്ടാം ദിവസം ഒരു വൃദ്ധൻ വന്നു. അവൻ 2 മണിക്കൂർ ഭാര്യയെക്കുറിച്ച് സംസാരിച്ചു. മൂന്നാം ദിവസം ഒരു സ്കൂൾ കുട്ടി വന്നു. എല്ലാവരും മാർക്ക് മാത്രം ചോദിക്കും. 4-ാം ദിവസം ഒരു അമ്മ വന്നു. ഞാൻ തളർന്നു. അനന്തു ഒന്നും ഉപദേശിച്ചില്ല. അവൻ കേട്ടു മാത്രം. പതിയെ ആ ചെറിയ മുറി ഗ്രാമത്തിലെ ഏറ്റവും വലിയ ചികിത്സാലയമായി മാറി. കാരണം ചില മുറിവുകൾക്ക് മരുന്ന് വേണ്ട, ഒരു മനുഷ്യൻ മതി. വർഷങ്ങൾക്ക് ശേഷം അനന്തു മരിച്ചു. അവൻ്റെ മുറിയടയ്ക്കാൻ ഗ്രാമക്കാർ എത്തിയപ്പോൾ
ടേബിളിൽ ഒരു ചെറിയ കുറിപ്പ് കണ്ടു. ഞാൻ ആയിരക്കണക്കിന് അവസാന വാക്കുകൾ കേട്ടു. മനുഷ്യരുടെ ഏറ്റവും വലിയ ദുഃഖം മരണമല്ലെന്ന് മനസ്സിലായി. അവർ ജീവനോടെ ഇരിക്കുമ്പോൾ ആരും അവരുടെ ഉള്ളം കേൾക്കാത്തതാണ്. കടൽ പുറത്ത് പഴയ പോലെ മുഴങ്ങുകയായിരുന്നു. പക്ഷേ ആ ഗ്രാമത്തിൽ അന്നാദ്യമായി ഒരാൾ മറ്റൊരാളോട് ചോദിച്ചു, സുഖമാണോ? സത്യമായും പറയൂ. ശബ്ദം അജീഷ് നൂർനാട്.